ബിഗ് ബോസ് എൻ്റെ ഫേവറേറ്റ് ഷോ ആണ്. അപ്പം നമുക്ക് ബിഗ് ബോസിൽ ഈ പ്രാവശ്യം ആരൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. അനീഷ് തറയിൽ കോമണറാണ് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം നമ്മുടെ കരച്ചിൽ മോളായ അനുമോൾ എത്തിയിട്ടുണ്ട്. അനുമോളിന് ശേഷം പഞ്ചാബി കം മലയാളിയായ ഹിന്ദി ലുക്കുള്ള നല്ലൊരു ലവ് ബോയ് ആര്യൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ്, വഴിയെ നമുക്ക് കാണാം ഇനി എങ്ങനെയാണ് സ്വഭാവം എന്ന്. അതിനുശേഷം നല്ലൊരു കോസ്റ്റ്യൂമായിട്ട് എത്തിയതാണ് സരിക ആക്ട്രസ്സാണ്. അക്ബർ സിംഗർ, RJ ബിൻസി ഇൻഫ്ലുവൻസറാണ്. സാബു അഡ്വക്കേറ്റ് ഫുഡ് ബ്ലോഗർ എന്നൊക്കെ അറിയപ്പെടുന്നു. ബിന്നി സെബാസ്റ്റ്യൻ ആക്ട്രസ്സാണ്, അതുപോലെ ഡോക്ടറാണ്. അഭിലാഷ് ഹാൻഡിക്യാപ്ഡാണ്, കാലിന് കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും ഫുട്ബോൾ ഡാൻസ് ഒക്കെ നന്നായിട്ട് കളിക്കും കേട്ടോ. രണ ഫാത്തിമ, അതുപോലെ മുൻഷി രഞ്ജിത്ത്, ഇങ്ങനെ കുറേ താരങ്ങൾ എത്തിയെങ്കിലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ക്വസിൽ എന്ന് പറഞ്ഞാൽ പഞ്ചാബി മലയാളി കേളാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഹിന്ദി നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായിരിക്കുന്നു, പക്ഷെ മലയാളിയാണ്, നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് ചെന്നിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശാരിഖാനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നെഗറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞ ഒരു ആങ്കറാണ്. അതുപോലെ ഷാനവാസ് എത്തിയിട്ടുണ്ട്, നെവിൻ എത്തിയിട്ടുണ്ട്, ആദില നോര കപ്പിൾസാണ്. അതുപോലെ അഡ്വക്കേറ്റ് ഷൈജ സന്തോഷ്, ഇവരെല്ലാം എത്തിയെങ്കിലും നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരാളാണ്, അതാണ് രേണുസുതി. അപ്പോൾ രേണുസുതിയുടെ നെഗറ്റിവിറ്റി കൊണ്ട് എപ്പോഴും ചിരിച്ച മുഖമായിട്ട് എല്ലാവർക്കും ആൻസർ പറയുന്ന രേണുസുതി എങ്ങനെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ അകത്തുള്ള പെരുമാറ്റങ്ങൾ. രേണുസുതി പറയുന്നത് തെറി പറയുന്നതാണ് ഇഷ്ടമില്ലാത്തത്, തെറി പറയുന്നവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അകത്ത് കയറിയിട്ട് സുധിയേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ആങ്കറായിട്ട് നല്ല കൂട്ടിമുട്ടിയിട്ട് നമ്മൾ കണ്ടതാണ്. അതുപോലെ ശരത്തും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിഗ് ബോസിൻ്റെ അകത്ത് 19 കണ്ടസ്റ്റൻസ് എത്തിയിട്ടുണ്ട്, അതുപോലെ 20 ബെഡും ഉണ്ട്. അതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ നടക്കുന്നെന്ന് നമുക്ക് വഴിയെ കാണാം. ബൈ.